الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിധിവിലക്കുകൾ യഥാവിധം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനാ വിരോധനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുക എന്നുള്ളത് മാനുഷികമായ കാര്യമാണ്. പൂർവകാലത്തെ അപേക്ഷിച്ച് പുരോഗമനവും ആധുനിക സാങ്കേതിക വിദ്യകളും അതിൻ്റെ ഉച്ചയിലെത്തിയ ഈ ഒരു കാലഘട്ടത്തിൽ രഹസ്യ ജീവിതത്തിലപ്പുറം പരസ്യ ജീവിതത്തിൽ, പരോക്ഷത്തിലപ്പുറം പ്രത്യക്ഷത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുവാനുള്ള മടിയും ലജ്ജയുമെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടാനും അനവധി തെറ്റുകളിൽ നാം ഭാഗവാക്കാവുവാനും സാധ്യതകളേറെയാണ്. മനുഷ്യ മനസ്സിനെ പറ്റി, അതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, ദുഷ്പ്രവർത്തനങ്ങൾക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് എന്നാണ്. ഇതിനോട് സമാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, കുല്ലു ബനി ആദമ ഖത്താഉൻ, മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തിന്മകളോട് ചായ്വുള്ളവനായിക്കൊണ്ടാണ്, അധർമ്മങ്ങളോട് അനുഭാവമുള്ളവനായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത് അധർമ്മങ്ങളിൽ മുഴുകി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച്
പാപഭാരവുമായി കൊണ്ടാണ് നാളെ നാം റബ്ബിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവിശാലമായ സ്വർഗം നമുക്ക് നഷ്ടപ്പെടുകയും അവന്റെ കഠിനമായ ഭയവിഹ്വലമായ നരകാഗ്നിയിൽ കിടന്ന് വെന്തുരുകേണ്ട നിർഭാഗ്യകരമായ അവസ്ഥ, ആ അവസ്ഥ നാം അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? പാപമുക്തനായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ മആസി സിൽസിലത്തുൻ ഫീ ഉനുഖിൽ ആസി. പാപങ്ങൾ പാപിയുടെ കഴുത്തിലെ ചങ്ങലയാണ്. ലാ യഫുഖുഹു മിൻഹാ ഇല്ല ഇസ്തിഗ്ഫാർ വത്തൗബ. ആ പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്തുവാൻ സാധിക്കുക, മനുഷ്യനെ മോചിപ്പിക്കുവാൻ സാധിക്കുക ഇല്ല ഇസ്തിഗ്ഫാർ വത്തൗബ, ഇസ്തിഗ്ഫാറിനും തൗബക്കുമാണ്. പാപമോചനത്തിനും പശ്ചാത്താപത്തിനുമാണ് മനുഷ്യനെ പാപമുക്തനാക്കി തീർക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനായ പണ്ഡിതൻ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണോടിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളാക്കി നാം മാറ്റിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് യാതൊരു ഇടയാളങ്ങളുമില്ലാതെ മധ്യവർത്തിയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയ പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത്. ഒരു മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമസ്കാരത്തെയാണ്. അങ്ങനെയുള്ള നമസ്കാരം മടി കാരണം, അലസത മൂലം, ദുനിയാവിന്റെ ആർഭാടങ്ങളിൽ, ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ മുഴുകിക്കൊണ്ട് നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു അടിമ, അവൻ അള്ളാഹുവോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ, അവൻ അള്ളാഹുവോട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യധികം സന്തോഷവാനാണ്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്, അത് അങ്ങേയറ്റം മോശപ്പെട്ട പ്രവർത്തനമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വികാരത്തിൽ കുടുങ്ങിപ്പോയി, പിശാചിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയി ജീവിതത്തിൽ വ്യഭിചരിക്കുന്ന അടിമ, അവൻ അള്ളാഹുവോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹുവോട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെയധികം സന്തോഷവാനാണ്. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. അളവും തൂക്കവും നീതിമുറപ്രകാരം നിങ്ങൾ നിർവഹിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുന്നുണ്ട്. വൈലുൽ ലിൽ മുത്തഫിഫീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കള്ളത്തരത്തിലൂടെ, വഞ്ചനയിലൂടെ മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന അടിമ, അവൻ അള്ളാഹുവോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെയധികം സന്തോഷവാനാകും. പ്രിയപ്പെട്ടവരെ, ഇപ്പറഞ്ഞ ആളുകളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാത്തവരോ അള്ളാഹു വിലക്കിയ നിഷിദ്ധമാക്കിയ കാര്യം ചെയ്തവരുമാണ്. എന്നാൽ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുമ്പോൾ, അള്ളാഹുവോട് അവർ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത തിന്മയെ പരിഗണിക്കാതെ അവരുടെ തൗബ കൊണ്ട്, അവരുടെ പശ്ചാത്താപം കൊണ്ട് സന്തോഷിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. വിജനമായ മരുഭൂമിയിലൂടെ തൻ്റെ യാത്രാവാഹനവുമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ യാത്രാവാഹനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ വാഹനപ്പുറത്താണ് അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം, അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളം സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള യാത്രാവാഹനം മരുഭൂമിയിൽ യാത്രാമധ്യേ നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്കറിയാം, മരുഭൂമി അറ്റമില്ലാത്ത ഒരു ഇടമാണ്. അവിടെ നിന്ന് അട്ടഹസിച്ചു കഴിഞ്ഞാൽ, ആർത്തു വിളിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം കേൾക്കാൻ, അയാളെ സഹായിക്കാൻ അവിടെ ആരും ഉണ്ടാകില്ല. അങ്ങനെ നിൽക്കുന്ന വേളയിൽ
നഷ്ടപ്പെട്ടു പോയ ഒട്ടകം, നഷ്ടപ്പെട്ടു പോയ ആ യാത്രാവാഹനം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയാണ്. ഹദീസുകളിൽ കാണാം, സന്തോഷം കൊണ്ട് ആ വ്യക്തി പറഞ്ഞു പോകുമെന്നാണ്, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, അല്ലാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോകുന്ന വാക്ക്, അദ്ദേഹം ഉച്ചരിക്കുന്ന കാര്യം തെറ്റിപ്പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം പോലും ചിന്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഈ വ്യക്തിക്ക് എത്രമാത്രം സന്തോഷമുണ്ടോ അതിനേക്കാൾ സന്തോഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ അടിമ തന്നിലേക്ക് പശ്ചാത്തപിച്ചു വരുമ്പോൾ, തന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഉണ്ടാകുക എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബിന് സന്തോഷം നൽകുന്ന ഈ ഒരു പ്രവർത്തനം, അതിൽ നാം ഏറ്റവും ആവശ്യക്കാരാണ്. തൗബ ചെയ്യാൻ, അല്ലാഹുവോട് പൊറുക്കലിനെ തേടാൻ നാം ഏറ്റവും അർഹരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും നാം അതിനെ ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശനത്തിന് അർഹരാകുന്ന മുത്തഖീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഗുണമായിക്കൊണ്ട്, അവരുടെ വിശേഷണമായിക്കൊണ്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളമൂ അൻഫുസഹും, ആ മുത്തഖീങ്ങൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർ വല്ല നീചകൃത്യവും ചെയ്തു പോയി കഴിഞ്ഞാൽ, വല്ല പാപത്തിലും അവർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവെ ഓർക്കും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ ജീവിതത്തിൽ വന്നുപോയ ആ തെറ്റിന്റെ പേരിൽ, ആ പാപത്തിന്റെ പേരിൽ അവർ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ തേടും, പാപമോചനത്തെ തേടും. പ്രിയപ്പെട്ടവരെ, സ്വർഗപ്രവേശനത്തിന് അർഹരായിട്ടുള്ള മുത്തഖീങ്ങളുടെ വിശേഷണമായി പറഞ്ഞത് അവർ തെറ്റുകൾ ചെയ്യില്ല എന്നല്ല, അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കില്ല എന്നല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അവർ വല്ല അധർമ്മങ്ങളിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്ഷണം തന്നെ അവർ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ തേടും, അല്ലാഹുവോട് പൊറുക്കലിനെ തേടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, നമ്മൾ വല്ല അധർമ്മങ്ങളിലും ഏർപ്പെടുമ്പോൾ അല്ലാഹുവിനെ ഓർക്കാൻ, അവനോട് പൊറുക്കലിനെ തേടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഗൗരവത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു നൽകാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത് എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകില്ല. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പാപങ്ങൾ അദ്ദേഹം പുറത്തു നൽകില്ല, മാപ്പാക്കി നൽകില്ല. മരിച്ച് മൺമറഞ്ഞു പോയ ആരായിക്കോട്ടെ, അവർക്കാർക്കും തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകാൻ കഴിയില്ല. മറിച്ച് മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു നൽകാൻ കഴിയുന്നത്, മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ മാപ്പാക്കി നൽകുവാൻ സാധിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള, മനുഷ്യന്റെ പോരായ്മകൾ അറിയുന്ന, മനുഷ്യന്റെ പരിമിതികൾ ഏറ്റവും നന്നായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആ വിഭാഗം, ആ മുത്തഖീങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുമായി ജീവിതാവസാനം വരെ പോകില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആരാരും കാണാനില്ലാത്ത സന്ദർഭത്തിൽ, ജീവിതത്തിൽ നാം ഒറ്റയ്ക്കാവുന്ന വേളകളിൽ, കൂട്ടുകാരോടൊന്നിച്ചുള്ള സന്ദർഭത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ അത് ജീവിതാവസാനം വരെ തുടർത്തിക്കൊണ്ടുപോകുന്ന നിർഭാഗ്യകരമായ അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. നാം നമ്മുടെ ജീവിതത്തിൽ അശ്ലീലതകൾ കണ്ടുകൊണ്ട്, മ്ലേച്ഛതകൾ കണ്ടുകൊണ്ട് ആസ്വാദനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കണം. നാം നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രത്തിൽ, അവർക്ക് നാം നൽകുന്ന ഭക്ഷണത്തിൽ, നാം നിർമ്മിച്ചുണ്ടാക്കിയ നമ്മുടെ വീടിൽ ഹറാമായ സമ്പത്ത് കലർന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള കച്ചവടം പൂർണ്ണമായി ഒഴിവാക്കുവാൻ, അത്തരത്തിലുള്ള കച്ചവടം ഒഴിവാക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധത കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾക്ക്, തെറ്റുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ തേടുന്നതിനെ നാം വൈകിപ്പിച്ചുകൂടാ. പിന്നീട് ഒരിക്കലാകാമെന്ന് കരുതി, കുറച്ചുകൂടി നന്നായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാമെന്ന് കരുതി മാറ്റിവെച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്മതം ചോദിക്കാതെ
നമ്മളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ മരണം, അത് വന്നെത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള അവധി നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തൗബക്ക് അവസരമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നതിന് നമുക്ക് പിന്നീട് അവസരമില്ല. മറിച്ച് പിന്നീട് അള്ളാഹുവിന്റെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ അവന്റെ ചോദ്യങ്ങൾ നാം നേരിടേണ്ടി വരും. അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങളുണ്ട് പരലോകത്ത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ കോടതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എന്താണ് അവിടെയുള്ള ചോദ്യങ്ങൾ? നമ്മുടെ ആയുസ്സിനെ പറ്റിയാണ്, നാം ജീവിച്ചു തീർത്ത കാലത്തെ പറ്റിയാണ്. 20, 30, 40, 50 വർഷം അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ അവന്റെ എല്ലാ അനുഗ്രഹവും ആസ്വദിച്ചുകൊണ്ട് നാം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നാം ആസ്വദിച്ചിട്ടുണ്ട്, നാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നാം അള്ളാഹുവിന് തിരിച്ചെന്താണ് നൽകിയത്? അള്ളാഹുവിന് നാം എന്താണ് തിരിച്ചു നൽകിയത്? അവിടെ നാം ഉത്തരം പറയേണ്ടി വരും. അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസൃതമായി കൊണ്ടുള്ള ജീവിതം നാം നയിച്ചിട്ടുണ്ടോ? അള്ളാഹുവോട് ഉത്തരം പറയാതെ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ യുവത്വകാലത്തെ പറ്റിയാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഊർജമുള്ള, ഏറ്റവും കരുത്തുള്ള കാലഘട്ടം നമ്മുടെ യുവത്വ കാലഘട്ടം. ആ യുവത്വ കാലഘട്ടത്തിൽ നാം എന്താണ് ചെയ്തത്? എങ്ങനെയാണ് യുവത്വത്തിന്റെ ഊർജത്തെ നാം ചിലവഴിച്ചത്? ഏത് മാർഗത്തിലാണ് യുവത്വത്തിന്റെ കരുത്തിനെ നാം വിനിയോഗിച്ചത്? അള്ളാഹുവോട് മറുപടി പറയേണ്ടി വരും. കേവലം ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, ദുനിയാവിലുള്ള വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് യുവത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണോ നമ്മൾ? അതല്ല, അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി, ഈ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി ചിലവഴിച്ച യുവത്വ കാലഘട്ടത്തെ പറ്റി നമുക്ക് പറയാനുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ നാം ആലോചിക്കണം. മൂന്നാമത്തെ ചോദ്യം, വമാലിഹി, നമ്മുടെ സമ്പത്തിനെ കുറിച്ചാണ്. നാം അധ്വാനിച്ചുണ്ടാക്കുന്ന, നാം ജോലി ചെയ്തുണ്ടാക്കുന്ന നമ്മുടെ പണത്തെ കുറിച്ചാണ് പരലോകത്ത് വെച്ചുള്ള അള്ളാഹുവിന്റെ മറ്റൊരു ചോദ്യം. മിൻ ഐന കസബഹു, എവിടെ നിന്നാണ് നാം സമ്പത്ത് സമ്പാദിച്ചുണ്ടാക്കിയത്? നാം പണമുണ്ടാക്കിയ മാർഗം അത് അള്ളാഹു അനുവദിച്ച മാർഗമാണോ? അള്ളാഹു അനുവദിച്ച മാർഗമാണോ എന്ന് അവിടെ നാം ഉത്തരം പറയേണ്ടി വരും. വഫീമ അൻഫഖഹു, ആ സമ്പത്ത് നാം എവിടെയാണ് ചിലവഴിച്ചത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ടുള്ള സമ്പത്തിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് പറയാനുണ്ടാകണം. നാലാമത്തെ ചോദ്യം, വമാദാ അമില ഫീമാ അലിമ, നമ്മൾ പഠിച്ച കാര്യം കൊണ്ട്, നമ്മൾ മനസ്സിലാക്കിയ കാര്യം കൊണ്ട്, നമ്മൾ കേട്ട കാര്യങ്ങൾ കൊണ്ട് നാം എന്താണ് പ്രവർത്തിച്ചത്? 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണെന്ന് നമുക്കറിയാം. പരലോകത്തിൽ വെച്ച് മനുഷ്യൻ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം അവന്റെ നമസ്കാരത്തെ കുറിച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കൃത്യമായി 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ നാം ആലോചിക്കണം. സക്കാത്ത് നിർബന്ധമാണെന്ന്, നമസ്കാരം പോലെ നിർബന്ധമാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് കൃത്യമായി കണക്ക് നോക്കി കൊടുത്തു വീട്ടുവാൻ നാം സന്നദ്ധത കാണിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം. നിർബന്ധ നോമ്പുകൾക്ക് പുറമെ ഐച്ഛികമായ ഒരുപാട് നോമ്പുകൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നോമ്പുകൾ അനുഷ്ഠിക്കുവാൻ, ആ നോമ്പുകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന സമ്പത്ത്, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം, അതിന്റെ ശ്രേഷ്ഠത എത്രമാത്രമാണെന്ന് ഒരുപാട് കേട്ടവരാണ് നമ്മൾ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങളായ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നമ്മുടെ സമ്പത്ത് നൽകുമ്പോൾ നമുക്ക് വൈമനസ്യം ഉണ്ടാകാറുണ്ടോ എന്ന്, നമുക്ക് മനപ്രയാസം ഉണ്ടാകാറുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ ആലോചിക്കണം. അള്ളാഹുവിന്റെ മതം ചർച്ച ചെയ്യപ്പെടുന്ന, അള്ളാഹുവിന്റെ വിജ്ഞാനം പഠിപ്പിക്കപ്പെടുന്ന മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ സമ്പത്ത് ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ ആലോചിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നാം തിടുക്കം കാണിക്കണം. അതിനെ നാം വൈകിപ്പിച്ചുകൂടാ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് കരുതി, വലിയ ബാധകങ്ങൾ വന്നു പോയിട്ടുണ്ടെന്ന് കരുതി അതെല്ലാം അള്ളാഹു പുറത്തു നൽകുമോ, അള്ളാഹു മാപ്പാക്കി തരുമോ എന്ന് ശങ്കിച്ച് ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കുന്ന, അള്ളാഹുവോട് തൗബ ചെയ്യാതിരിക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വദേഹങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു കൂട്ടിയ, അധർമ്മങ്ങളിൽ അഭിരമിച്ച എൻ്റെ അടിമകളോട് പ്രവാചകരെ താങ്കൾ പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരായി പോകരുത്. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകില്ല എന്ന് നിങ്ങൾ സംശയിച്ചു പോകരുത്, ശങ്കിച്ചു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ എല്ലാ പാപവും, സകല പാപവും പുറത്തു നൽകുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണെന്ന് മാനവകുലത്തെ അറിയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുവോട് ഏറ്റു പറയാൻ, അവരോട് പാപമോചനം തേടാൻ, പശ്ചാത്തലം തേടാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധത കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അബ്ദിഹി വറസൂലിഹിൽ അക്രം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു വിഷയത്തിലും കൃത്യമായ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവോട് തൗബ ചെയ്യുന്ന വിഷയത്തിലും അവരോട് പശ്ചാത്താപം തേടുന്ന കാര്യത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായൊരു രൂപം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവോട് തൗബ ചെയ്യുക, അള്ളാഹുവോട് നിങ്ങൾ പശ്ചാത്താപം തേടുക. ഫഇന്നി അതൂബു യൗമ ഇലൈഹി മിഅത മറ. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാനൊരു ദിവസം 100 തവണ അള്ളാഹുവോട് തൗബ ചെയ്യുന്നുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരിൽ തന്നെ ഏറ്റവും ഉത്തമനായ, പ്രവാചകന്മാരിൽ ഉന്നതനായ, സ്വർഗപ്രവേശനത്തിന് ആദ്യമായി അർഹത നേടിയ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഞാനൊരു ദിവസം 100 തവണ അള്ളാഹുവോട് പശ്ചാത്താപം തേടുന്നുണ്ട് എന്നാണ്. ആ പ്രവാചകൻ അനുധാവനം ചെയ്യുന്ന, ആ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവാചകൻ അനുഷ്ഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെയും തൗബയെയും ഒഴിച്ചുകൂടാനാവാത്ത പ്രവർത്തനങ്ങളാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാപവും അള്ളാഹുവോട് ഏറ്റുപറയുവാൻ നാം സന്നദ്ധരാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമുക്തനായിക്കൊണ്ട് അവനെ കണ്ടുമുട്ടുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ ഗുരുനാഥന്മാർ, ആദർശ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കെല്ലാവർക്കും അവൻ്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അവസാനമായി ഉച്ചരിച്ചുകൊണ്ട് വിട പറയാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരലോകത്ത് വിചാരണ ചെയ്യപ്പെടാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹപൂർണ്ണമായ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രശ്നങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.